ഞാൻ ചൊവ്വയിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് എന്ന തീർത്തും വിചിത്രമായൊരു വാദവുമായി ഒരു 10 വയസ്സുകാരൻ രംഗത്തേക്ക് വരുന്നു. നമുക്കൊന്നും ചിന്തിച്ചു പോലും നോക്കാൻ കഴിയാത്ത വിധം അത്ഭുതകരമായ ചൊവ്വയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള അറിവുകളും അവൻ ലോകത്തോട് വിളിച്ചു പറയുന്നു. എന്നാൽ പിന്നീട് ഒരിക്കലും ഒരാൾ പോലും അവനെ കണ്ടതേയില്ല. സത്യത്തിൽ എന്താണ് ബൊറിസ്ക കിപ്രിയാനോവിച്ച് എന്ന 10 വയസ്സുകാരന് പിന്നീട് സംഭവിച്ചത്? എന്തെല്ലാം തരത്തിലുള്ള വിചിത്രമായ കാര്യങ്ങളാണ് ചൊവ്വയുമായി ബന്ധപ്പെടുത്തി, മനുഷ്യരുടെ നാശവുമായി ബന്ധപ്പെടുത്തി അവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്? വിശദമായി തന്നെ പരിശോധിക്കാം. ബാക്ക് ടു F4 അഫ്ലിക്. ഏറെക്കുറെ 4 വർഷങ്ങൾക്ക് മുമ്പ് വിശദമായിട്ട് ബൊറിസ്ക കിപ്രിയാനോവിച്ചിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ബൊറിസ്ക സമൂഹ മാധ്യമങ്ങളിലെങ്ങും വലിയ തോതിൽ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ കാണാനില്ല എന്നും അതുപോലെ തന്നെ അയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമായി, പല പ്രവചനങ്ങളും അതുപോലെ തന്നെ പുലർന്നു. അതിനുമപ്പുറത്തേക്ക് അയാളുടെ പല ഇൻ്റർവ്യൂകളും യൂട്യൂബിൽ നിന്ന് പോലും നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളാണ് ബൊറിസ്ക കിപ്രിയാനോവിച്ചിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും കൃത്യമായിട്ട് ബൊറിസ്കയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ചൊവ്വയിൽ ജീവിച്ചിരുന്ന, എന്നാൽ ചൊവ്വയിൽ വ്യത്യസ്ത തരത്തിലുള്ള യുദ്ധങ്ങൾ കാരണമായിട്ട് അവിടെയുള്ള മാനവരാശി പൂർണ്ണമായിട്ടും നശിച്ചു പോയപ്പോൾ, അല്ലെങ്കിൽ ചൊവ്വയിൽ ജീവിച്ചിരുന്ന ജീവജാലങ്ങൾ പൂർണ്ണമായിട്ടും നശിച്ചപ്പോൾ അവിടെ മരണപ്പെട്ട് പിന്നീട് ഭൂമിയിൽ ജനിച്ചൊരു വ്യക്തിയാണ് ബൊറിസ്ക കിപ്രിയാനോവിച്ച് എന്ന നിലയിലുള്ള വാദങ്ങളാണ് പ്രധാനമായിട്ടും ബൊറിസ്ക തന്നെ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. 1996 റഷ്യയിൽ ഒരു ഡോക്ടർ ദമ്പതിമാരുടെ മകനായിട്ടാണ് ബൊറിസ്ക കിപ്രിയാനോവിച്ച് ജനിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ മറ്റു കുട്ടികളിൽ നിന്നും വലിയ തോതിൽ വ്യത്യസ്തനായിരുന്നു ബൊറിസ്ക. ഒരു കുട്ടി ശബ്ദം കേട്ട ദിക്കിലേക്കൊക്കെ കഴുത്ത് ഉയർത്തിയിട്ട് നോക്കണമെങ്കിൽ ജനിച്ച് ഏതാനും മാസങ്ങൾ പിന്നിടേണ്ടതുണ്ട്. പക്ഷേ ബൊറിസ്കയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ജനിച്ച് 15 ദിവസം ആകുമ്പോഴേക്ക് തന്നെ അവൻ തല ഉയർത്തി ശബ്ദം കേട്ട ദിക്കിലേക്ക് ചുറ്റും നോക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വയസ്സാകുമ്പോഴേക്ക് തന്നെ നടക്കാനും മറ്റുള്ളവരോടൊക്കെ സംസാരിക്കാനും ഒക്കെ തന്നെ ബൊറിസ്ക ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം അപ്പുറത്തേക്ക് അവൻ ഏറെക്കുറെ 35 മാത്രം പ്രായമാകുന്ന അവസരത്തിൽ അവൻ ചൊവ്വയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുകയാണ്. അത്രയും കാലം മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ടെലിവിഷൻ ഷോകളിൽ നിന്നോ ഒന്നും തന്നെ ചൊവ്വയെക്കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള അറിവുകളും ബൊറിസ്കയ്ക്ക് ലഭിച്ചിട്ടില്ല. ആരും അവരോട് ചൊവ്വയെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞു നൽകിയിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടെയും നിരന്തരമായിട്ട് ബൊറിസ്ക എന്ന കുഞ്ഞു ബാലൻ ചൊവ്വയെക്കുറിച്ചുള്ള വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ ആരംഭിക്കുകയാണ്. മാതാപിതാക്കളിൽ ഇത് വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ തന്നെയാണ് ജനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തൻ്റെ മകന് എന്തോ സംഭവിച്ചു എന്ന് കരുതിയിട്ട് മാതാപിതാക്കൾ അവനുമായിട്ട് പല കൗൺസിലിങ്ങിലും മറ്റൊക്കെ പോകുന്നുണ്ട്. പ്രധാനമായിട്ടും തങ്ങളുടെ മകൻ എന്തൊക്കെയോ പിച്ചും പേയും പറയുകയാണ്, എന്തൊക്കെയോ തോന്നിയതുപോലെ വിളിച്ചു പറയുകയാണ് എന്നൊരു ചിന്തയാണ് ബൊറിസ്കയുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നത്. പക്ഷേ കൃത്യമായിട്ട് പല കൗൺസിലിങ്ങിനും അതുപോലെ തന്നെ അവനിൽ ചില ടെസ്റ്റുകളൊക്കെ നടത്തിയ അവസരത്തിൽ മറ്റുള്ള കുട്ടികളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ട് അഡ്വാൻസ്ഡ് IQ ലെവലൊക്കെ ഉള്ളൊരു കുട്ടിയാണ് ബൊറിസ്ക. അവന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്നൊരു കാര്യത്തെക്കുറിച്ച് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അവൻ പിന്നെയും വളർന്നു വരുന്നുണ്ട്, വർഷങ്ങൾ കടന്നു പോകുന്നുണ്ട്. അവൻ ചൊവ്വയെക്കുറിച്ചുള്ള വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരോടും ഒരുപോലെ തന്നെ പറയാൻ ആരംഭിക്കുകയാണ്, പറഞ്ഞു നടക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെയാണ് ഒരു ടെലിവിഷൻ ചാനൽ അവൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി രംഗത്തേക്ക് വരുന്നത്. ആ ഇൻ്റർവ്യൂയോട് കൂടിയിട്ട് തന്നെയാണ് ചൊവ്വയിൽ ജനിച്ചു വളർന്ന പിന്നീട് ഭൂമിയിൽ പുനർജനിച്ച ഈ അത്ഭുത ബാലനെക്കുറിച്ച് പുറം ലോകം ഒരുപോലെ തന്നെ അറിയുന്നത്, ചർച്ച ചെയ്യാൻ ആരംഭിക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ബൊറിസ്കയെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്ന അവസരത്തിൽ ഏറെക്കുറെ 1 മണിക്കൂറും അതുപോലെ 5 മിനിറ്റും ഡ്യൂറേഷൻ വരുന്ന ഒരു മുഴുനീള ഇൻ്റർവ്യൂ വീഡിയോ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ നോക്കിയ അവസരത്തിൽ ആ ഇൻ്റർവ്യൂ ഒന്നും യൂട്യൂബിൽ കാണാൻ സാധിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ബൊറിസ്കയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. എന്താണത് സംഭവിച്ചിട്ടുള്ളത്? ഈ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് യൂട്യൂബ് തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണോ എന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് അറിയില്ല. എന്തൊക്കെ തന്നെയായാലും എന്തെല്ലാം കാര്യങ്ങളാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ചൊവ്വയെക്കുറിച്ചുള്ള എന്തൊക്കെ തരത്തിലുള്ള അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് ബൊറിസ്ക പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ചൊവ്വയുടെ നാശത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഏറെക്കുറെ ബൊറിസ്കയ്ക്ക് 10 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ഒരു കാലത്ത് ചൊവ്വയും നമ്മുടെ ഭൂമി പോലെയായിരുന്നു. പ്രകൃതി മനോഹാരിതയാൽ നിറഞ്ഞ, പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ ഒരവസ്ഥയിലായിരുന്നു ചൊവ്വയും ഉണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ചൊവ്വയിലെ ജീവജാലങ്ങൾക്കിടയിൽ വ്യത്യസ്ത തരത്തിലുള്ള
കോൺഫ്ലിക്റ്റുകൾ, വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. അത് വലിയ യുദ്ധങ്ങളിലേക്ക് ചെന്നെത്തുകയാണ്. അവിടെയും അവർ വ്യത്യസ്ത തരത്തിലുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചതോട് കൂടിയിട്ട്, പ്രത്യേകിച്ച് ന്യൂക്ലിയർ വെപ്പണുകൾ ഉപയോഗിച്ചതോട് കൂടിയിട്ടാണ് ചൊവ്വയിലെ ജീവജാലങ്ങൾക്ക് പൂർണ്ണമായിട്ടും നാശം സംഭവിച്ചത്, ചൊവ്വ എന്നേക്കുമായി നശിച്ചു പോയിട്ടുള്ളത് എന്നൊരു കാര്യമാണ് ആദ്യം തന്നെ ബൊറിസ്കയ്ക്ക് പറയാനുണ്ടായിരുന്നത്. പക്ഷേ ചൊവ്വയിലെ ജീവജാലങ്ങൾ പൂർണ്ണമായും നശിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നൊരു മറുപടി കൂടെ അവൻ അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ തോതിലുണ്ടായ ദുരന്തങ്ങളെ അതിജീവിച്ചിട്ടുണ്ടായിരുന്ന ചൊവ്വയിലെ ജീവജാലങ്ങൾ ഇന്നും ചൊവ്വയുടെ മണ്ണിനടിയിൽ ജീവിക്കുന്നുണ്ട്. അണ്ടർഗ്രൗണ്ടിലായിട്ട് പ്രത്യേക തരത്തിലുള്ള ബേസുകളിലായിട്ട് അവർ ഇന്നും കഴിഞ്ഞുകൂടുന്നുണ്ട് എന്ന കാര്യമാണ് ബൊറിസ്ക പറയുന്നത്. ഈ ചൊവ്വയിലെ ജീവജാലങ്ങൾ മനുഷ്യരെക്കാൾ ഉയരമുണ്ട്, അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് ആണ് അവർ ശ്വസിക്കുന്നത്. ഇപ്പോഴും ചൊവ്വയുടെ ഉപരിതലം അവർക്ക് ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള സാഹചര്യത്തിലല്ല ഉള്ളത് എന്നൊരു കാര്യം കൊണ്ടാണ് അവർ ഇന്നും മണ്ണിനടിയിൽ തന്നെ കഴിച്ചു കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ വളരെയധികം ആ ഒരു കാലഘട്ടത്തിൽ ടെക്നോളജിയിൽ കൂടെ ചൊവ്വയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ജീവജാലങ്ങൾ വളരെയേറെ അഡ്വാൻസ്ഡ് ആയിരുന്നു. ഇൻ്റർ പ്ലാനറ്ററി യാത്രകൾ നടത്താൻ പോലും അവർ പ്രാപ്തരായിരുന്നു. അതായത് വ്യത്യസ്ത പ്ലാനറ്റുകളിലേക്ക് പോകാനും അവിടെ നിന്നും വളരെ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ തിരിച്ചു വരാനും ഒക്കെ സജ്ജമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളൊക്കെ തന്നെയും അവരുടെ പക്കലുണ്ടായിരുന്നു. ബൊറിസ്ക ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇൻ്റർവ്യൂവർ ബൊറിസ്കയോട് ഒരു കാര്യം തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും നീ ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന്. ബൊറിസ്ക അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, അതെ, ഞാൻ എൻ്റെ ജീവിതകാലത്ത് ചൊവ്വയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈജിപ്ത്യൻ സിവിലൈസേഷനിലേക്കും അതുപോലെ തന്നെ ലെമൂരിയ സിവിലൈസേഷനിലേക്കൊക്കെയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഈ സിവിലൈസേഷനുകളിൽ ഉണ്ടായിരുന്ന മനുഷ്യരും വളരെയധികം അഡ്വാൻസ്ഡ് ആയിരുന്നു. അവർക്ക് ടെലിപ്പോർട്ടേഷൻ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, ടൈം ട്രാവൽ ചെയ്യാൻ അവർ പ്രാപ്തമായിരുന്നു. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള മോഡേൺ ടെക്നോളജികളൊക്കെ തന്നെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ടെക്നോളജിയിൽ വളരെയധികം അവർ പുരോഗതി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ മനുഷ്യർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇൻ്റർവ്യൂവർ ചോദിച്ച അവസരത്തിൽ ബൊറിസ്ക മറുപടിയായിട്ട് പറയുന്നത്, ചൊവ്വയിലുണ്ടായതുപോലെ തന്നെ ചില യുദ്ധങ്ങൾ ഭൂമിയിലും നടന്നു. അത് കാരണമായിട്ടാണ് ഈ രണ്ട് സിവിലൈസേഷനിലെയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ടെക്നോളജികളും എന്നേക്കുമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിട്ടുള്ളത് എന്നൊരു കാര്യമാണ്. ഇൻ്റർവ്യൂവർ ചോദിച്ച മറ്റൊരു ചോദ്യം മനുഷ്യരെക്കുറിച്ചായിരുന്നു. ആരാണ് ഈ ഒരു മനുഷ്യർ എവിടെ നിന്ന് വന്നു, മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കുടിയേറിയതാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയും ബൊറിസ്കയോട് ചോദിച്ച അവസരത്തിൽ അവൻ മറുപടിയായിട്ട് പറഞ്ഞത്, ഈജിപ്തിലെ സ്പിനിക്സിൻ്റെ ചെവിയിലുള്ള വാതിൽ നിങ്ങൾ തുറന്നു നോക്കൂ, അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആരാണ് മനുഷ്യരെന്നും മനുഷ്യരും ഏലിയനുകളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും എങ്ങനെയാണ് ഈജിപ്തിലെ പടുകൂറ്റൻ പിരമിഡുകളെ മനുഷ്യർ വളരെ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് എന്നും മനുഷ്യരാശി അവസാനിക്കാതിരിക്കണമെങ്കിൽ, പൂർണ്ണമായിട്ടും മനുഷ്യരാശി ഇല്ലാതായി പോകാതിരിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നതിനെക്കുറിച്ചുമൊക്കെ തന്നെയും അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും നിങ്ങൾക്ക് അറിവ് പകരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭൂമിയിൽ പുനർജനിച്ചിട്ടുള്ളതെന്ന കാര്യം കൂടെ പലപ്പോഴായിട്ട് ഇതിനോട് ചേർത്തുകൊണ്ട് ബൊറിസ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയും കേൾക്കുമ്പോൾ ഈ പയ്യൻ പറഞ്ഞതിൽ എന്തെങ്കിലും തരത്തിലുള്ള സത്യമുണ്ട് എങ്കിൽ ഈ ഒരു സ്പിനിക്സിൻ്റെ വാതിലുകൾ തുറന്നു നോക്കിയാൽ പോരെ, അതിനകത്തുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇത് സത്യമാണോ അല്ലയോ, ഇവൻ പറയുന്ന തരത്തോളം സത്യമുണ്ട് കള്ളങ്ങളുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും. പക്ഷേ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ നോക്കുന്ന അവസരത്തിൽ സ്പിനിക്സിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള ചേംബറുകളുണ്ട് എന്ന് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പല എക്സ്റേ സ്കാനിങ്ങുകളൊക്കെ നടത്തിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ സ്പിനിക്സിനെ പൂർണ്ണമായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ കൺസ്ട്രക്ഷൻ കൊണ്ടും വളരെ മോശമായിട്ടുള്ള അതിൻ്റെ കണ്ടീഷൻ കൊണ്ടുമൊക്കെ തന്നെയാണ് സ്പിനിക്സിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പെയാണ് ബൊറിസ്കയുടെ ഒരു ഇൻ്റർവ്യൂ പുറത്തു വന്നിട്ടുള്ളത്. 1996 ജനിച്ച ബൊറിസ്ക ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രായം ഇന്ന് 28 വയസ്സാണ്. എന്നാൽ ഈ ഒരു ഇൻ്റർവ്യൂവിനും മറ്റൊക്കെ ശേഷം വലിയ തോതിൽ തന്നെ അയാൾ പ്രശസ്തമായതിനു ശേഷം ബൊറിസ്കയ്ക്ക് എന്താണ് സംഭവിച്ചത്, അയാൾ എങ്ങോട്ടാണ് പോയത്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ ബൊറിസ്ക കിപ്രിയാനോവിച്ച് എന്ന് പറയുന്ന ചൊവ്വയിൽ ജീവിച്ചിരുന്ന ഭൂമിയിൽ പുനർജനിച്ചു എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് യാതൊരു വിധത്തിലുള്ള അറിവുകളും ലഭ്യമല്ല. അയാളെ കാണാനില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇതിന് പുറകിലും ചില തിയറികൾ കൂടെ ഇൻ്റർനെറ്റിൽ പഴുതുന്ന അവസരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുമുള്ളൊരു കാര്യം ബൊറിസ്ക പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അതുപോലെ തന്നെ യാഥാർത്ഥ്യമാവുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ ഒരു ഈജിപ്തുമായി ബന്ധപ്പെട്ട് ബൊറിസ്ക പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, ഈജിപ്തിലെ റിസർച്ചേഴ്സൊക്കെ തന്നെ ബൊറിസ്ക പറഞ്ഞതുപോലെ തന്നെ 4500 വർഷം പഴക്കമുള്ളൊരു ചേംബർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു.
ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ചതോട് കൂടിയിട്ട് റഷ്യ തന്നെ ബൊറിസ്കയെയും കുടുംബത്തെയും മാറ്റി താമസിപ്പിച്ചതാണ് എന്നൊരു കാര്യമാണ് പലർക്കും വിശദീകരിക്കാനുള്ളത്. അതിനടിസ്ഥാനത്തിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റഷ്യയിലെ ഒരു ഗ്രാമത്തിൽ പേരൊക്കെ മാറ്റിയിട്ട് ബൊറിസ്ക കിപ്രിയാനോവിച്ചും അയാളുടെ കുടുംബവും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നതാണ്. മറ്റു ചില ആളുകൾക്ക് പറയാനുള്ളത് റഷ്യയിലെ മോസ്കോയിലാണ് ബൊറിസ്ക എന്ന് ജീവിക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെ തന്നെയായാലും ഇതിനിടയിൽ ബൊറിസ്കയുടേത് എന്ന പേരിൽ ഒരു ഫോട്ടോ വലിയ തോതിൽ തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അയാളുടെ തന്നെയാണോ എന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് ലഭിക്കുന്നില്ല. ഇന്നും ബൊറിസ്ക എവിടെയാണെന്നോ അയാൾക്ക് പിന്നീട് എന്താണ് സംഭവിച്ചതെന്നോ അയാൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമായോ എന്നോ അത് സത്യമായതിനാൽ റഷ്യൻ ഗവൺമെൻറ് തന്നെ അവരെ മാറ്റിപ്പാർപ്പിച്ചതാണോ എന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഉത്തരങ്ങളും ലഭ്യമല്ല. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസിലൂടെ വൈൻഡപ്പിയാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. കേട്ടിരിക്കുമ്പോൾ വളരെയധികം ആശ്ചര്യം നമുക്ക് തോന്നുന്ന നിലയിൽ തന്നെയാണ് ബൊറിസ്ക കിപ്രിയാനോവിച്ചിൻ്റെ കഥകളൊക്കെ തന്നെ വരുന്നത്. അതിനും അപ്പുറത്തേക്ക് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നോ എത്രത്തോളം കള്ളമുണ്ട് എന്നോ അയാൾ എവിടെയാണെന്നോ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ബൊറിസ്ക പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള സത്യമുണ്ടാകുമോ? അയാൾ ചൊവ്വയിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണോ? ഭൂമിയിൽ അയാൾ പുനർജനിച്ചതാണോ? 4 വർഷം മുമ്പ് ചെയ്ത വീഡിയോയിൽ നമ്മൾ ചോദിച്ചതുപോലെ തന്നെ എങ്ങാനും ബൊറിസ്കയെ നേരിട്ട് കാണാൻ നിങ്ങൾക്കൊരവസരം ലഭിച്ചാൽ, അയാളോട് സംസാരിക്കാനൊരു അവസരം ലഭിച്ചാൽ എന്തെല്ലാം ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ അയാളോട് ചോദിക്കുക? ആ ചോദ്യങ്ങളും തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ലൊരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.